സംസാരിച്ച പോലെ ഒരു വലിയ ടീമിന്റെ ഒരു വലിയ എഫേർട്ടാണ്, ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട്സ് ആയിരുന്നു നമ്മൾ തിയേറ്ററിൽ കണ്ടത്. ഇവര് പറഞ്ഞ പോലെ തന്നെ ഒരു 2018 കണ്ടതിന് ശേഷം എല്ലാവർക്കും പറയാൻ പറ്റും ഇങ്ങനെ ഒരു സിനിമ വളരെ നന്നായി എന്നൊക്കെ. പക്ഷെ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു തിരക്കഥാരൂപത്തിൽ നിന്നുകൊണ്ട് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നിർമ്മാതാവ് വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചതും. അതിനുശേഷം ഇപ്പോ സാറ് പറഞ്ഞ പോലെ ഞാനും സാറും കൂടി രാവിലെ ലോസ് ആഞ്ചലസിലെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് നമ്മളിങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞ പോലെ അവിടെ പോലും അത്രയും എഫേർട്ടും ക്യാഷും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്ക് മാത്രമാണ് ഒരു ഓസ്കാർ റേസ് എന്താണെന്ന് പോലും മനസ്സിലാവുള്ളൂ. അത്രയും കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് അവിടെ ഒരു ഓസ്കാർ റേസ്. നമ്മുടെയൊക്കെ നമുക്കൊന്നും എത്തിപ്പെടാൻ പോലും പറ്റാത്തത്ര ഉയരത്തിലാണ് മറ്റു സിനിമകളൊക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സാർ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം കൊണ്ടൊന്ന് നമുക്ക് ഒരു ഓസ്കാർ കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന്റെ കൂടെ 2018 സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ്. അപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞ DNFT എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മുടെ, അപ്പൊ ഞാൻ ചെയ്യുന്നത് അതും എന്ന് പറഞ്ഞ പോലെ അതും മറ്റൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതും മലയാള സിനിമയിൽ തന്നെ ലാലേട്ടന്റെ സിനിമയ്ക്ക് ശേഷം നമ്മുടെ സിനിമ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും ഒരുപാട് സിനിമകൾക്ക് DNFT പാർട്ണർഷിപ്പായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഹരിഹരൻ സാറിനെ ഞാനിവിടെ കണ്ടതിലാണ്. കാരണം ഞാൻ പണ്ട് ചെന്നൈയിൽ ഒരു ചെറിയൊരു ഷോ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു ലോഡ്ജ് പോലത്തെ ഒരു സ്റ്റുഡിയോ പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് താഴെ ഒരു കാറിൽ വന്ന് ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് പാന്റും വൈറ്റ് ഷർട്ടും ഒരാള് അന്ന് ടേപ്പ് ഈ ഷൂട്ട് ചെയ്തൊക്കെ ടേപ്പില്ല. അപ്പൊ ടേപ്പ് കാറിൽ ഡിക്കി നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കറക്റ്റ് ഹരിഹരൻ സാറിനെ പോലെ തന്നെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ മേളിൽ നിന്ന് ഹലോ അത് സാറ് നോക്കിയത്, ഞാൻ സാറിനെ കണ്ടാമോ നമ്മുടെ മലയാളത്തിലെ ഹരിഹരൻ സാറിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. സാറ് ഞാൻ തന്നെയാണ് ഹരിഹരൻ. അപ്പൊ സ്വന്തം സിനിമയുടെ കാര്യത്തിന് വേണ്ടി, ചെറിയ കാര്യത്തിന് വേണ്ടി പോലും അന്ന് സ്റ്റുഡിയോയിൽ വരുന്ന ഒരു ഫിലിം മേക്കറെ ഞാൻ കണ്ടു. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം എന്റെ മനസ്സിൽ ഹരിഹരൻ സാറ് ഒരുപാട് അസിസ്റ്റൻസ് ഉള്ള ആളാണ്, ഏതെങ്കിലും ഒരാളെ വിടേണ്ട കാര്യമുള്ളൂ. പക്ഷെ അത്രയും പാഷനേറ്റ് ആയിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിട്ടും സിനിമയെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ഈ വീട് പങ്കിടാൻ തന്നെ എന്നെ ഉജ്ജന്മസുഹൃതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാറിനോട് തന്നെ ആദ്യം താങ്ക് യു പറയുകയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നതിലും. ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് കാണാൻ പറ്റും. എല്ലാവരും അതിനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെന്റ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ സന്തോഷം അതിലാണ്. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒരുപാട് വന്നതിൽ സന്തോഷം. ബാക്കി പരിപാടികൾ നടക്കട്ടെ. ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നതിന് ഇതിന്റെ DNFT എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.